യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഥവാ നമ്മുടെ US എന്തിനാണ് പാകിസ്ഥാന് ഇത്രയധികം പണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയധികം സഹായിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, തിടുക്കപ്പെട്ട് BLA അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അവരുടെ ലിബറേഷൻ ആർമി, അതായത് പാകിസ്ഥാനിൽ നിന്ന് ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അവരുടെ രാജ്യത്ത് ഒരു പ്രക്ഷോഭം നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു സംഘടനയെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം എന്താണ്? പല കാരണങ്ങളുമുണ്ട്. അതായത് ഇതിനകത്ത് നിരീക്ഷകർ പറയുന്നത് ഇതൊരിക്കലും എണ്ണയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ ഒരു വെടിക്ക് പല പക്ഷികൾ US കിട്ടാൻ സാധ്യതയുണ്ട്. ചൈനക്കിട്ടുള്ള ഒരു ആറ്റൻ പണി, ഇറാന് വേണ്ടിയുള്ള ഒരു നിരീക്ഷണ സ്ഥലം, അങ്ങനെ കാരണങ്ങൾ നിരവധിയാണ്. പാകിസ്ഥാൻ ഉണ്ടാകുന്ന ഗുണം എന്താണ്? പാകിസ്ഥാൻ കൊടിയ ദാരിദ്ര്യത്തിൽ നിന്ന് അല്പമെങ്കിലും ആശ്വാസമാകും കുറച്ച് അമേരിക്കൻ ഡോളറുകൾ. കഴിഞ്ഞ ദിവസം US പാകിസ്ഥാനും തമ്മിൽ ഒരു ഖനനത്തിന്, അല്ലെങ്കിൽ US കമ്പനിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഖനനത്തിന് കരാറിലെത്തിയിരുന്നു. പാകിസ്ഥാനിൽ എവിടെയാണ് ഖനനം നടത്തുന്നതെന്നൊന്നും പറഞ്ഞിരുന്നില്ല, പക്ഷേ എത്തിയിരുന്നു. എന്തിനാണ് ആ ഒരു ലക്ഷ്യം? അമേരിക്കയുടെ ലക്ഷ്യം എന്താണ്? ഒരിക്കലും എണ്ണയല്ല എന്ന് പറഞ്ഞല്ലോ നിരീക്ഷകർ. അതായത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ചെമ്പ്, ലിഥിയം, സ്വർണം തുടങ്ങിയ ധാതു നിക്ഷേപങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. അതായത് പാകിസ്ഥാന്റെ അർദ്ധ മരുഭൂമിയാണ് സ്ഥലം, പക്ഷേ പാകിസ്ഥാനിലെ 44 ഭൂപ്രദേശത്ത് 44% ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ്. അതായത് പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളുടെ വെറും പാകിസ്ഥാൻ ജനങ്ങളുടെ 4% മാത്രമേ ഉള്ളൂ. അതായത് ധാതു നിക്ഷേപങ്ങളുടെ കലവറയാണ്. ആ ഒരു ധാതു നിക്ഷേപത്തിലാണ് അമേരിക്കയുടെ കണ്ണ്. ഇപ്പോൾ ചൈനയുമായി കൂട്ടുചേർന്ന് ബലൂചിസ്ഥാൻ അവിടെ ആ ഒരു പ്രവിശ്യയിലെ ഒരു തുറമുഖമൊക്കെ നിർമ്മിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയും അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആക്രമിക്കുകയും ചൈനയുടെ പാകിസ്ഥാൻ ആർമി ഇറങ്ങി ചൈനക്കാരെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ധാതു ലവണങ്ങൾ ചൈനീസ് കമ്പനികൾ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ചൈനയുടെ ഈ ഒരു ധാതു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിക്ഷേപങ്ങൾ കൊണ്ടുപോകുന്നത് തടയുക US വരുന്നതോടുകൂടി ചൈനയെ തടയാൻ സാധിക്കും. ഇതെങ്ങനെ കൊണ്ടുപോയി US എന്തിനാണ് ഈ സാധനം ആവശ്യമെന്ന് നിങ്ങൾക്കറിയും? സൈനിക ആവശ്യങ്ങൾക്ക്, അവരുടെ മുന്നോട്ടുള്ള റിസർച്ചുകൾക്ക്, പല പ്രവിശ്യകൾ, പല മേഖലയിലുള്ള റിസർച്ചുകൾക്ക്, അവരുടെ നാടിന്റെ വികസനത്തിന് ആവശ്യമായ പല റിസർച്ച് നടത്തുവാൻ വേണ്ടി ഈ ധാതു നിക്ഷേപങ്ങൾ ആവശ്യമാണ്. അമേരിക്കയിൽ ഈ സാധനമില്ല. ചുളുവിലവിൽ കിട്ടുവാൻ അമേരിക്ക നോക്കിയിട്ട് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ പാകിസ്ഥാനാണ്. നമ്മുടെ പാകിസ്ഥാനല്ല, പാകിസ്ഥാനാണ്. അപ്പോൾ ഇത് തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. ബലൂചിസ്ഥാൻ ഇതിന് പണി കിട്ടാൻ പോകുന്നതായിരിക്കുകയാണെന്ന് അറിയാം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാൻ കൃത്യമായി ചതിച്ചിട്ട് ഒരു രാജ്യം വിട്ടു നൽകാമെന്ന് പറഞ്ഞ് ചതിച്ചിട്ട് ഒരു പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തി ബലൂചിസ്ഥാൻകാരെ ശരിക്കും പറഞ്ഞ ഒരു തടവറയിലാക്കുകയായിരുന്നു, അല്ലെങ്കിൽ അവരൊരു വിമോചനത്തിന് വേണ്ടിയൊക്കെയാണ് സമരം നടത്തുന്നത്, തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്നത്. നമ്മൾക്ക് കൃത്യമായി അത് അറിയില്ല, പക്ഷെ ഇതിനെ പറ്റിയുള്ള വീഡിയോകൾ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാകാം. ചൈന ഈ ഒരു ധാതു ലവണങ്ങൾ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ US പ്രശ്നം. അതായത് US ഇപ്പോൾ പ്രസന്റ് ഡേയിൽ ഒരു കോമ്പീറ്റ് ചെയ്യാവുന്ന ഒരു ലോകരാജ്യമുള്ളത് ചൈന മാത്രമാണ്. ഇന്ത്യയൊക്കെ US പിന്നിലുണ്ട്, പക്ഷേ ബഹുദൂരം തന്നെ പിന്നിലാണ്. US ബഹുദൂരം തന്നെ പിന്നിലാണ് ഇന്ത്യയൊക്കെ. റഷ്യയും വളരെയേറെ പിന്നിലാണ്. അപ്പോൾ ചൈനയുടെ ഇടപെടൽ പകുക. പിന്നെ അടുത്തൊരു ലക്ഷ്യമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന ലോകരാജ്യം എപ്പോഴും US ഒരു ശത്രുവാണ്. ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ നിരീക്ഷിക്കുവാൻ അമേരിക്കയ്ക്ക് ഒരു സ്ഥലം വേണം, ഒരു വിശ്വസ്തനായ ഒരു കൂട്ടുകാരൻ വേണം. പാകിസ്ഥാൻ എപ്പോഴും ശീതയുദ്ധകാലത്തൊക്കെ ഒരു റഷ്യയുടെ ചേരിയിലായിരുന്നില്ല, നമ്മുടെ അമേരിക്കൻ ചേരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇരുന്നു കൊണ്ട് കൃത്യമായി അവരെ, അതായത് ഇറാനെയും ഇറാന്റെ മറ്റുള്ള പ്രവർത്തനങ്ങളെയും ആണവ പ്രവർത്തനങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി പാകിസ്ഥാൻ ഇവിടെയുണ്ട്, അല്ല അമേരിക്കയ്ക്ക് ഇവിടെയുണ്ട്. അതാ തന്നെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അപ്പോൾ ഒരു വെടിക്ക് ചൈന, പാകിസ്ഥാൻ, അങ്ങനെ 2 പക്ഷികളാണ്. അത് മാത്രമല്ല 3 പക്ഷികൾ എന്ന് പറയാം. ഈ ധാതു ലവണങ്ങൾ അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ വളരെയേറെ ആവശ്യമാണ് അമേരിക്കക്ക്. പിന്നീടുള്ള കാര്യം, പാകിസ്ഥാന്റെ ഗുണം എന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളാണ്. അവരെ ഒരു പ്രതിരോധിക്കാൻ പല സമയത്തും ഇവർക്ക് കഴിയുന്നില്ല. ആ ഒരു US ഇടപെടലോടുകൂടി US ഒരു സൈന്യം വന്ന് ഇവരെ എതിർക്കുമെന്നൊക്കെയാണ് പാകിസ്ഥാന്റെ വിചാരം. പക്ഷേ അമേരിക്കയെ നമ്പി നിന്നാൽ പാകിസ്ഥാന്റെ ഷഡ്ജം കീറും. അവർ പാകിസ്ഥാൻ തന്നെ അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ ഭാഗ്യം എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഏതായാലും ചൈനക്കിട്ടുള്ള ഒരടിയും ഇറാന്റെ നിരീക്ഷണവും ഒക്കെ ഈ ധാതു ലവണങ്ങളും കണ്ണും നട്ടാണ്
പോകുന്നത്. കാര്യം എണ്ണ നിക്ഷേപമല്ല എന്ന് നിരീക്ഷകർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാകിസ്ഥാനിൽ ഏകദേശം 234-333 ദശലക്ഷം ബാരൽ എണ്ണ നിക്ഷേപം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത അയൽ രാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ അതിൽ കൂടുതൽ നിക്ഷേപമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ കയറി ഖനനം ചെയ്യാനൊന്നും ഇന്ത്യ ഗവൺമെന്റ് ഒരു രാജ്യത്തെ സംഭവിക്കില്ല. പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യമൊന്നുമല്ലല്ലോ ഇന്ത്യ. അപ്പോൾ ആ ഒരു കഴുകൻ കണ്ണാണ് അമേരിക്കയുടെ എന്നാണ് നിരീക്ഷകർ പറയുന്നത്. പാകിസ്ഥാൻ കരുതിയിരുന്നോ? അവസാനം ഷഡ്ജങ് ഊരിക്കൊണ്ട് അവർ പോകുന്ന ഒരു കാലം വിദൂരമല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എന്നേക്കാൾ കഴിയുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഐ റിപ്പീറ്റ്, എടുത്തു പറയുന്നു, ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിമർശനങ്ങളൊക്കെ കമൻ്റായി വരിക, ആരോഗ്യകരമായ കമൻറ്റുകൾ ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന കൃത്യമായും ഒരു പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ബൈ.